وقال النبي صلى الله عليه وسلم لا تزول قدم عبد يوم القيامة حتى يسأل عن عمره فيما أفناه وعن علمه فيما فعل وعن ماله من أين اكتسبه وفيما أنفقه وعن جسمه فيما أبلاه أنفاسنا أقوات أوقاتنا والقوت لا بد له من نفادي مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ഒന്നിരിൽ വന്ദിരായ സയ്യിദന്മാരെ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആലിമീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നമ്മുടെ നാട്ടിൽ ജീവിച്ച് വഫാത്തായി പോയ വലിയ വലിയ ആലിമീങ്ങളുടെയും ഔലിയാക്കളുടെയും മദദ് അല്ലാഹു തആല നൽകുമാറാകട്ടെ. വളരെ സന്തോഷത്തോടുകൂടെ വളരെ വിശദമായി ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ നമുക്ക് ഉത്ബോധനം നടത്തി. അതിന്റെ ശേഷം നമ്മൾ അല്ലാഹുവിന്റെ ഔലിയാക്കളെ ബഹുമാനിച്ച് അവരുടെ മദദ് ലഭിക്കാൻ വേണ്ടി, അല്ലാഹുവിന്റെ ഹിഫ്ള് ലഭിക്കാൻ വേണ്ടി, അല്ലാഹുവിന്റെ നൂറാകുന്ന ഇൽമ്, ആ ഇൽമ് നമ്മൾ ശ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു തആല നമുക്കൊക്കെ ഇൽമ കൊണ്ട് ഇത്തിആദ് അല്ലാഹു തആല നൽകുമാറാകട്ടെ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം കെട്ടുകഥകളല്ല, അതേപോലെ ഐതിഹ്യങ്ങളല്ല, ആരെങ്കിലും എവിടെയെങ്കിലും എഴുതി വെച്ച നോവലുകളോ അല്ലെങ്കിൽ മനസ്സിൽ തോന്നിയത് എഴുതി വെച്ച നിയമസംഹിതകളല്ല. ലോകത്ത് ഒരാൾക്കും ഈ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൽ കൂട്ടിച്ചേർക്കാൻ കഴിയുകയുമില്ല. ഒരാൾക്കും ഈ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ ആശയങ്ങളെ വെട്ടിമാറ്റി ആ ദീനുൽ ഇസ്ലാമിൽ വെള്ളം ചേർക്കാൻ ഒരാൾക്കും അല്ലാഹു തആല കഴിവ് നൽകില്ല. അല്ലാഹു തആല നമുക്കൊക്കെ ദീനുൽ ഇസ്ലാമിൽ സബാത്ത് അല്ലാഹു തആല നൽകുമാറാകട്ടെ. ഒരുപാട് ആലിമീങ്ങൾ മംഗലാപുരത്ത് ചേർന്ന് 40 ആലിമീങ്ങൾ ഒരു മീറ്റിംഗ് കൂടി. ആ മീറ്റിംഗിൽ വെച്ച് 5 വക്ത് നിസ്കാരമുള്ളത് 4 ആക്കി ചുരുക്കിയാൽ ആ പണ്ഡിത സഭ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന് അംഗീകരിക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ പണ്ഡിത സഭയാകൂല. അതേപോലെ ആലിമീങ്ങൾ എല്ലാം കൂടി അല്ലാഹുവിന്റെ പരിശുദ്ധമായ അല്ലെങ്കിൽ റമദാൻ മാസത്തിൽ നോമ്പെടുക്കുന്നതിന്റെ ദിവസം ചുരുക്കിയാൽ അത് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ മാറ്റിമറിക്കാൻ ആ പണ്ഡിതന്മാർക്ക് കഴിയില്ല. ഞാൻ പറഞ്ഞു വരുന്നതിന്റെ ഉദ്ദേശം, പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിലേക്ക് ഒരാൾക്കും കൂട്ടിച്ചേർക്കാൻ കഴിയില്ല. ഒരാൾക്കും ആ ദീനുൽ ഇസ്ലാമിൽ നിന്നൊരു കാര്യവും വെട്ടിനിരത്താനും കഴിയില്ല. ആ ഇസ്ലാം പരിപൂർണമാണ്, സമഗ്രമാണ്. ആ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൽ യഖീന് മാത്രമേ ആ ദീനുൽ ഇസ്ലാമിലുള്ളൂ. ആരെങ്കിലും ചിന്തിച്ചതോ അല്ലെങ്കിൽ ഭാവനയിൽ കെട്ടിപ്പടുത്തിയതോ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ നിയമങ്ങളാകില്ല. അതിന്റെ വിശ്വാസ സംഹിതകളിൽ ആരെങ്കിലും എന്തെങ്കിലും സ്വപ്നം കണ്ട് ആ സ്വപ്നം കണ്ട സംഗതി പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ നിയമത്തിലേക്കോ അല്ലെങ്കിൽ വിശ്വാസ സംഹിതകളിലേക്കോ കൂട്ടിച്ചേർക്കാൻ കഴിയില്ല. അത്രക്കും ഭദ്രമായ, വളരെ കെട്ടുറപ്പോടുകൂടിയുള്ള ദീനാണ്, മതമാണ് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം. ആ ദീനുൽ ഇസ്ലാമിൽ അടിയുറച്ച് വിശ്വസിക്കുകയും അതിന്റെ നിയമസംഹിതകൾക്കനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്താനും
ജീവിച്ച് കാണിക്കാനുമാണ് നമ്മൾ എല്ലാവരും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം അത് മുറുകെ പിടിച്ച് ആ ദീനുൽ ഇസ്ലാമിന്റെ നിയമസംഹിതകൾ ജീവിതത്തിൽ കൊണ്ടുവന്ന നമ്മുടെ ഇരുത്തത്തിലും നടത്തത്തിലും ഒതുക്കത്തിലും പ്രവർത്തനത്തിലും ജോലിയിലും എല്ലാം അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതുപോലെ ജീവിക്കാൻ വേണ്ടി ശ്രമിക്കലാണ് എന്റെയും നിങ്ങളുടെയും ഡ്യൂട്ടി. അതല്ലാത്ത ഒരു പണിയും നമുക്കില്ല. നമ്മൾ ചിലപ്പം ജോലിക്ക് പോകുന്നുണ്ടാകും, മറ്റു കർമ്മങ്ങൾ പോകുന്നുണ്ടാകും. അതിന്റെ എല്ലാം ആത്യന്തിക ലക്ഷ്യം പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം ജീവിതത്തിൽ കാണിച്ചു കൊടുക്കലാണ്. ഒരു അമുസ്ലിമായ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഖുർആൻ വായിക്കാൻ അറിയില്ല, അദ്ദേഹത്തിന് പരിശുദ്ധമായ സഹീഹുൽ ബുഖാരി, സഹീഹ് മുസ്ലിം, ഫിഖഹിന്റെ ഗ്രന്ഥങ്ങള്, അഖീദയുടെ ഗ്രന്ഥങ്ങള്, അതിനെക്കുറിച്ച് അവർക്ക് പഠിക്കാനോ അല്ലെങ്കിൽ മനസ്സിലാക്കാനോ ഉള്ള വകുപ്പില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം എന്ന് പറയുന്നത് നമ്മളാണ്, നമ്മുടെ ജീവിതമാണ്, നമ്മുടെ സംസാരമാണ്, നമ്മുടെ പ്രവർത്തനങ്ങളാണ്, നമ്മുടെ ഒതുക്കമാണ്, നമ്മുടെ രാഷ്ട്രീയമാണ്, നമ്മുടെ സംസ്കാരങ്ങളാണ്, നമ്മുടെ ആചാരങ്ങളാണ്. നമ്മൾ എങ്ങനെയാണോ വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്നത് അതിനെയാണ് ഇസ്ലാമായി ബഹുഭൂരിപക്ഷം ആളുകളും ലോകത്ത് വിലയിരുത്തുന്നത്. അപ്പൊ മുസ്ലിമായ എന്നെ സംബന്ധിച്ചിടത്തോളം, നമ്മെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ വേണ്ടി രാജാവിന്റെ അനുയായികൾ മക്കയിലേക്ക് വന്നു. മക്കയിലേക്ക് വന്നു നോക്കിയപ്പോ ആ രാജാവിന്റെ അനുയായികൾ അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവിടുത്തെ ശിഷ്യന്മാരും അവിടുത്തെ അനുചരന്മാരും ബഹുമാനിക്കുന്നത് കണ്ട് തിരിച്ചുപോയി രാജാവിനോട് പോയി, അവിശ്വാസിയായ രാജാവിനോട് ആ അനുയായികൾ പറഞ്ഞു, ഞങ്ങൾ റോമിലും പേർഷ്യയിലും പല സ്ഥലങ്ങളിലും ആ നാടിന്റെ ഭരണാധികാരികളെ ഞങ്ങൾ കാണാൻ പോയിട്ടുണ്ട്. പക്ഷേ മക്കയിൽ ഞങ്ങൾ പോയി കണ്ട ബഹുമാനപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവിടുത്തെ അനുയായികൾ ബഹുമാനിക്കുന്നത് പോലെ ഒരു രാജാവിന്റെ അനുയായികളെയും ഞങ്ങൾ കണ്ടിട്ടില്ല. കാരണം അവർ അവിശ്വാസിയായിട്ട് പോലും അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ ജീവിതം വരച്ചു കാണിച്ച സ്വഹാബികളുടെ ജീവിതം കണ്ടപ്പോൾ അവിശ്വാസിയായ അനുയായികൾ അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചും അവിടുത്തെ അനുയായികളെ കുറിച്ചും നല്ലത് രാജാവിന്റെ അടുക്കൽ പോയിട്ട് പറയാൻ എത്രത്തോളം പറഞ്ഞു എന്നറിയോ? ആ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വധുവെടുത്ത വെള്ളം, ആ വെള്ളത്തിന് വേണ്ടി അവിടുത്തെ ശിഷ്യന്മാർ അല്ലെങ്കിൽ അനുചരന്മാര് ആ വെള്ളത്തിന് വേണ്ടി അടിപിടി കൂടുകയാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തുപ്പിയാൽ ആ ഉമിനീര് ഭൂമി ലോകത്തേക്ക് പതിക്കൂല. ആ ഉമിനീര് പോയി, അല്ലെങ്കിൽ ആ ഉമിനീരിന് വേണ്ടി അവിടുത്തെ അനുചരന്മാർ, അവിടെയുള്ള വിശ്വാസികൾ അടിപിടി കൂടുകയാണ്. അതാ ചില ആളുകൾ നനഞ്ഞ അതാ നേരിട്ട് ആ വെള്ളം സ്വീകരിക്കാൻ കഴിയാത്ത നബിയായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായികൾ, ആ നേരിട്ട് സ്വീകരിക്കാൻ കഴിയാത്തവർ സ്വീകരിച്ചവരുടെ നനഞ്ഞ കയ്യോ അല്ലെങ്കിൽ സ്പർശിച്ച കയ്യോ പോയിട്ട് സ്പർശിച്ചിട്ട് ബറക്കത്തെടുക്കാറുണ്ടായിരുന്നു എന്ന് അവിശ്വാസികളായ രാജാവിന്റെ അനുയായികള് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മജ്‌ലിസിൽ വന്നിട്ട് തിരിച്ചുപോയി രാജാവിന് പറഞ്ഞു കൊടുക്കുകയാണ്. ഇനി നിങ്ങൾ വേറൊരു സ്ഥലത്ത് നോക്കൂ, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ്
40-ാം വയസ്സിലാണല്ലോ നുബുവത്ത് ലഭിക്കുന്നത്. എന്നാൽ 40 വയസ്സ് വരെ ജീവിച്ച ബഹുമാനപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് അവിടുത്തെ ജീവിതം കണ്ട നാട്ടിലുണ്ടായിരുന്ന മക്ക മുശ്രിക്കീങ്ങൾ അവർക്കാരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി കംപ്ലൈന്റ് പറയാനില്ല. ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറാ. അല്ലാഹുവിന്റെ ഖുർആൻ പരിചയപ്പെടുത്തിയതുപോലെ നബിയെ, അങ്ങ് ഈ ലോകത്ത് സന്തോഷം പറയാൻ വേണ്ടി വന്ന നബിയാണ്. ഇനി ഒരാള് സാധാ തിന്മകളിലേക്ക് പോകുന്ന ആളാണെങ്കിലോ അദ്ദേഹത്തിന് വഈദും ഏതൊക്കെ ശിക്ഷകളാണ് അല്ലാഹു തആല തയ്യാറു ചെയ്തിരിക്കുന്നത് ആ വിവരം അറിയിക്കാൻ വേണ്ടി അല്ലാഹു തആല അയച്ച നബിയാണ് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി. 40 വയസ്സ് വരെ എല്ലാവരുടെ കൂട്ടത്തിലുള്ള ഒരാളായി എന്നതിന്റെ തഫ്സീറിൽ ബഹുമാനപ്പെട്ട സയ്യിദുനാ ഖാദി ഇയാദ് റളിയല്ലാഹു അൻഹു അവിടുത്തെ ശിഫയിൽ പറഞ്ഞു, അതാ ഖുറൈശി തറവാടിൽ നിന്ന്, മക്കക്കാരുടെ കൂട്ടത്തിൽ നിന്ന്, അവരുടെ സ്വന്തം കുടുംബത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അവസാനത്തെ നബിയായി ബഹുമാനപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിശ്ചയിച്ചു. ആ നബി തങ്ങൾ വന്നപ്പോൾ 40-ാം വയസ്സ് വരെ ഒരാൾക്കും ബഹുമാനപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കളവ് പറയാറുണ്ട് എന്ന് ഒരാൾ പറഞ്ഞിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി വേറെ ഏതെങ്കിലും ഒരു കംപ്ലൈന്റ് ഒരാൾ പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, അവിടെ നാട്ടിലുണ്ടായിരുന്ന പല പ്രശ്നങ്ങൾക്കും ബഹുമാനപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മധ്യസ്ഥത വഹിക്കുകയും സത്യത്തിന് വേണ്ടി നിലകൊണ്ടു എന്ന് അവിശ്വാസികളായ ആളുകൾ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി ശബ്ദിച്ചു. അങ്ങനെ ഇസ്ലാമിനെ കാണിച്ചു കൊടുത്ത പാരമ്പര്യമാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനുള്ളത്. ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാം മുതൽ ബഹുമാനപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള അംബിയാ മുർസലീങ്ങളെ എടുത്തു നോക്കിയാൽ ആ അംബിയാ മുർസലീങ്ങളിൽ അല്ലാഹു തആല നിശ്ചയിച്ചത് വളരെ ചുരുങ്ങിയ മുർസലീങ്ങളാണ്. ആ മുർസലീങ്ങളുടെ കൂട്ടത്തിൽ തന്നെ തബ്ലീഗ് കൊണ്ട് കൽപ്പനയുള്ളത് അത് വളരെ കുറവാണ്. എന്ന് പറഞ്ഞാൽ ജീവിച്ച് കാണിക്കലാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം. ജീവിച്ച് കാണിക്കുന്ന സ്ഥലത്താണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കാൻ സാധിക്കുന്നത്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം അത് കെട്ടുകഥകളല്ല, ഉറപ്പ് മാത്രമേ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിലുള്ളൂ. അഖീദയുടെ പണ്ഡിതന്മാർ അവര് സംശയത്തിനെ കുറിച്ച് സംസാരിച്ചു, വന്നുകളെ കുറിച്ച് സംസാരിച്ചു, തോന്നലുകളെ കുറിച്ച്, വഹ്മുകളെ കുറിച്ച് സംസാരിച്ചു. എന്നിട്ട് പറഞ്ഞു പരിശുദ്ധമായ ഇൽമുൽ അഖീദയിൽ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ ഖവായിദുകളിൽ അവിടെ വഹ്മ് തോന്നലുകൾക്ക് സ്ഥാനമില്ല, ഒരാളുടെ സംശയത്തിന് സ്ഥാനമില്ല, അതേപോലെ ഒരാളുടെ ലുനൂനുകൾക്ക് സ്ഥാനമില്ല, ഐതിഹ്യങ്ങൾക്ക് സ്ഥാനമില്ല. ഏതോ ഒരു എഴുത്തുകാരൻ എന്തോ എഴുതി വെച്ച് അതിന്റെ പിന്നാലെ പോകുന്ന സ്വഭാവം പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനില്ല. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം എന്റെ പ്രിയപ്പെട്ട യുവാക്കളെ, യഖീനല്ലാതെ ഈ ദീനുൽ ഇസ്ലാമിലില്ല. ഇവിടെ സംശയത്തിന് വകുപ്പില്ല. പക്ഷേ ചിലപ്പോൾ നമുക്ക് നമ്മുടെ ബുദ്ധിക്കുറവ് കൊണ്ടോ നമ്മുടെ അറിവ് കുറവ് കൊണ്ടോ ചിലപ്പോൾ സംശയങ്ങൾ ഉണ്ടായേക്കാം. ആ സംശയമുണ്ടാകുന്നത് ദീനുൽ ഇസ്ലാമിന്റെ കുഴപ്പമല്ല, മറിച്ച് നമ്മുടെ അറിവിന്റെ കുറവാണ്. ഏതുപോലെ
നമ്മുടെ നാട്ടിൽ ഒരു പുതിയ ഒരു കാര്യം തുടങ്ങിയാൽ അതിനെക്കുറിച്ച് പഠിക്കാതെ നമ്മൾ ചിലപ്പോൾ അഭിപ്രായം പറയാറില്ലേ? ആ കാര്യം ചിലപ്പോൾ തെറ്റാകാം, ചിലപ്പോൾ ശരിയാകാം. അതിനെക്കുറിച്ച് ആരെങ്കിലും പറയുന്നത് കേട്ട് നമുക്ക് അഭിപ്രായം പറയാൻ കഴിയൂലല്ലോ. ഒരു വിഷയത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ വിഷയത്തിനെ കുറിച്ച് വിശദമായി പഠിച്ചതിന്റെ ശേഷമാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ, ആ ഖുർആൻ നമ്മളോട് ചോദിച്ചു, അഫമൻ യഖ്ലുഖു കമൻ ലാ യഖ്ലുഖ്, പടക്കുന്ന അല്ലാഹുവും പടക്കാത്ത അല്ലാഹുവല്ലാത്ത എല്ലാം അത് രണ്ടും സമമാണോ? അല്ല. അല്ലാഹുവും അല്ലാഹു അല്ലാത്തവരും സമമല്ല. അല്ലാഹുവും അവന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും തത്തുല്യമല്ല, നബിമാരും തത്തുല്യമല്ല. അതേപോലെ ഏതെങ്കിലും ദൈവങ്ങളുണ്ടെങ്കിൽ, അതേപോലെ ഏതെങ്കിലും ഐഡൽസുകൾ ഉണ്ടെങ്കിൽ അവകളും അല്ലാഹുവും തമ്മിൽ ബന്ധമില്ല. കാരണം അല്ലാഹു അഫമൻ യഖ്ലുഖു കമൻ ലാ യഖ്ലുഖു അഫലാ തദക്കറൂൻ, പടക്കുന്ന അല്ലാഹു ആ അല്ലാഹുവിനെ പോലെയാണോ? പടക്കാത്തവർ അല്ലല്ലോ. വഇൻ തഉദ്ദൂ നിഅമതല്ലാഹി ലാ തുഹ്സൂഹാ, നിങ്ങൾക്ക് അല്ലാഹു തആല നൽകിയ അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹങ്ങൾ എണ്ണി നോക്കിയാൽ നിങ്ങൾക്ക് എണ്ണി തീർക്കാൻ കഴിയൂല. ഇന്നല്ലാഹ ലഗഫൂറുർ റഹീം. ഒന്നാമത്തെ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട അനുഗ്രഹം അല്ലാഹു തആല എണ്ണാണ്. അല്ലാഹു തആല ധാരാളം പൊറുക്കുന്നവനും അവൻ ധാരാളം കാരുണ്യം ചെയ്യുന്നവരുമാണ്. അല്ലാഹുവിനെ ഒരാൾ ധിക്കരിച്ചാൽ ചിലപ്പോൾ അല്ലാഹു തആല പുറത്തു തരും. അതേപോലെ അല്ലാഹു തആല ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞിട്ട് അതൊരാളെ ജീവിതത്തിൽ കൊണ്ടുവന്നില്ലെങ്കിൽ, അല്ലാഹുവിലേക്ക് മടങ്ങിപ്പോയാൽ അത് അല്ലാഹു തആല നമുക്ക് പുറത്തു തരും. അവന്റെ കാരുണ്യം കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, അല്ലാഹു തആല നമുക്ക് കണ്ണു തന്നു, കാതു തന്നു, സർവ്വതും തന്നു. എന്നാൽ ആ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്ത അനുഗ്രഹങ്ങൾ, കാരുണ്യം നമുക്ക് എണ്ണിയിട്ട് തീർക്കാൻ കഴിയില്ല. നമുക്കത് എഴുതിയിട്ട് തീർക്കാൻ കഴിയില്ല, പറഞ്ഞും തീർക്കാൻ കഴിയില്ല. ആ റബ്ബ് നമുക്ക് തിരിച്ചൊന്നും ചെയ്യാൻ കഴിയില്ലെങ്കിലും നമ്മളതാ കൈ ഉയർത്താൻ വേണ്ടി ആലോചിക്കുന്ന സമയത്ത് കൈ ഉയർത്താനുള്ള കഴിവ് തന്ന രാജാവാണ് അല്ലാഹ്. നിങ്ങളെല്ലാവരും ഇപ്പൊ എന്റെ സംസാരം കേട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് കഥാ കേൾവി ശക്തി അല്ലാഹു തആല തന്നില്ലേ? നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് കാഴ്ച ശക്തി തന്നില്ലേ? നിങ്ങൾ കണ്ടില്ലേ, പ്രായമുള്ള ആളുകൾ 60ഉം 70ഉം വയസ്സാകുമ്പോ ഉസ്താദെ കൈ ഉയർത്താൻ വേണ്ടി ആലോചിക്കുമ്പോ കൈ ഉയർത്താൻ കഴിയുന്നില്ല. ഇന്നലെ വരെ നടന്നിരുന്ന കാലാണ്, പക്ഷേ ഇന്ന് രാവിലെ എഴുന്നേറ്റ് നിന്നപ്പോൾ കാല് ഉയർത്താൻ കഴിയുന്നില്ല, നിന്ന് നിസ്കരിക്കാൻ കഴിയുന്നില്ല. ഇങ്ങനെ കംപ്ലൈന്റ് അല്ലെങ്കിൽ അവരുടെ പരാതി പറയുന്നവരില്ലേ മുഅ്മിനീങ്ങളെ? കാരണം എന്താണ്? അവർക്ക് ഇന്നലെ വരെ ഉണ്ടായിരുന്ന ആരോഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിൽ നിന്ന് മെല്ലെ 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 ഊരിയെടുക്കുകയാണ്. അവര് മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ശാരീരികമായി അവർ ക്ഷീണിച്ചു കൊണ്ടിരിക്കുകയാണ്. വല്ലാഹു യഅലമു മാ തുസിറൂന വമാ തുഅലിനൂൻ. നിങ്ങൾ പരസ്യമായി ചെയ്യുന്നതും രഹസ്യമായി ചെയ്യുന്നതുമെല്ലാം അറിയുന്ന രാജാവാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. നിങ്ങൾക്കൊന്നും മറച്ചു വെക്കാൻ കഴിയൂല. അല്ലാഹു സുബ്ഹാനഹു വ തആല സർവ്വതും അറിയുന്നവനാണ്. ചിലപ്പോൾ നമ്മൾ ഇവിടെ നിന്നാൽ കാസർഗോഡ് എന്ത് സംഭവിക്കുന്നത് നമുക്കറിയാൻ കഴിയൂല. എന്നല്ല, ഇവിടെ ഇപ്പൊ കണ്ടു നിങ്ങൾ, ഇതിന്റെ അവിടെ പന്തൽ കൊണ്ട് ചെറിയ മറ വെച്ചു. ആ മറയുടെ അപ്പുറം എന്ത് സംഭവിക്കുന്നു നമുക്ക് ഇവിടുന്ന് പറയാൻ കഴിയൂല. അവിടെയുള്ള ആളുകൾക്ക് ഇങ്ങോട്ടും പറയാൻ കഴിയൂല. നമ്മുടെ കാഴ്ചക്കുള്ള അല്ലാഹു തആല നിശ്ചയിച്ച പരിധിയാണ്. ഇനി ഇവിടെ ഒരു കാര്യവുമില്ല, വിജനമായ ഭൂമിയാണെങ്കിൽ നല്ല ഉച്ചക്ക് സമയത്ത് നിങ്ങൾ
താറിട്ട റോഡിലൂടെ നോക്കിയാൽ നിങ്ങൾ ഡ്രൈവ് ചെയ്യുമ്പോൾ കാണാം, ആ താറിട്ട റോഡിൽ നിന്ന് ഒരു ചെറിയ അല്ലെങ്കിൽ ഒരു വെള്ളം നമ്മുടെ മുന്നിൽ കെട്ടി നിന്നതുപോലെ നമ്മൾ തോന്നും. എന്നാൽ നമ്മൾ വണ്ടിയെടുത്ത് കുറച്ചുകൂടെ മുന്നോട്ട് പോയാലോ വെള്ളം പോയിട്ട് ഒരു തുള്ളി വെള്ളത്തിന്റെ തുള്ളി പോലും നമുക്ക് കാണാൻ കഴിയൂല. കാരണം നമ്മുടെ കാഴ്ചക്ക് അല്ലാഹു തആല നൽകിയ പരിധികളാണ്. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു തആല കാഴ്ചക്ക് നമുക്ക് പരിധി നിശ്ചയിച്ചതുപോലെ പരിധികൾ വെച്ചില്ല. അതുകൊണ്ടാണ് അവിടുന്ന് നിസ്കരിക്കുന്ന സമയത്ത് മെഹ്റദാ പള്ളിയിൽ വെച്ച് നിസ്കരിക്കുന്ന സമയത്ത് മുന്നോട്ട് നോക്കിയിട്ട് പിന്നിൽ നിന്ന് അതാ സ്വഫ് തെറ്റിച്ചവരെ അവരെ വിളിച്ചിട്ട് നിങ്ങൾ സ്വഫ് നേരെയാക്കണമെന്ന് പറഞ്ഞ നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. അതേപോലെ ചില ഔലിയാക്കള് സ്വാലിഹീങ്ങള് അവർക്ക് അല്ലാഹു തആല വലിയ കാഴ്ച കൊടുക്കും, വലിയ കേൾവി ശക്തി കൊടുക്കും. ചിലപ്പോ കിലോമീറ്ററുകൾക്കപ്പുറം സംഭവിക്കുന്നത് അവർക്ക് കേൾക്കാൻ കഴിയും. അത് അല്ലാഹു തആല അവർക്ക് ബഹുമാനിച്ച് നൽകുന്നതാണ്. അല്ലാഹു പറയാണ്, അദാ വല്ലാഹു യഅലമു മാ തുസിറൂന വമാ തുഅ്ലിനൂൻ. ഒരു വലിയൻ അല്ലെങ്കിൽ ഒരു നബിക്കുള്ള കാഴ്ചശക്തി അത് ചിലപ്പോ നമുക്കുള്ള കാഴ്ചശക്തിയേക്കാൾ കൂടുതലുണ്ടെങ്കിലും അത് അള്ളാഹുവിന്റെ കാഴ്ചശക്തി പോലെയല്ല, അവന്റെ കേൾവി ശക്തി പോലെയല്ല. അവന് മറഞ്ഞ അല്ലെങ്കിൽ മറഞ്ഞത് എന്ന ഒരു കാര്യമില്ല. അവനെല്ലാം അറിയുന്ന രാജാവാണ്. അവന് അറിവില്ലായ്മയില്ല, അവന് അറിവേ ഉള്ളൂ. ആ അറിവ് നമ്മുടെ അറിവ് തന്നെ. നമുക്ക് ചിലപ്പോ ഇപ്പൊ അറിവുണ്ടാകും, നാളെ ചിലപ്പോ അറിവുണ്ടാകൂല. ഇന്നലെ ചിലപ്പോ നമുക്ക് അറിവുണ്ടാകൂല, ഇന്നലെയുള്ള അറിവ് ചിലപ്പോ ഇന്നുണ്ടാകൂല, ഇന്നുള്ളത് ചിലപ്പോ നാളെ നമുക്ക് അറിവുണ്ടായിക്കൊള്ളണമെന്നില്ല. അള്ളാഹുവിന് ഇന്നലകളില്ല, നാളെയില്ല, ഇന്നില്ല. അവനെല്ലാം സമമാണ്. നമ്മൾ ആരും അറിയാതെ നമ്മുടെ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് റൂമിൽ കയറിയിട്ട് വാതിൽ കുറ്റിയിട്ട് ആരും അറിയാതെ ആ റൂമിന്റെ ഉള്ളിൽ നിന്നൊരു കാര്യം ചെയ്താൽ അല്ലാഹു അറിയുമെന്നതിൽ സംശയിക്കേണ്ടതില്ല. എന്നിട്ട് അല്ലാഹുവിന്റെ ഖുർആൻ പറയാണ്, വല്ലദീന യദ്ഊന മിൻ ദൂനില്ലാഹി ലാ യഖ്ലുഖൂന ശൈഅൻ വഹും യുഖ്ലഖൂൻ. അല്ലാഹു പടച്ച കാര്യങ്ങളെ വിളിച്ച് ദുആ ചെയ്യുന്നവർ, അഥവാ അവരെ ശിർക്കിന്റെ രൂപത്തിൽ ശിർക്കായിട്ട് ശിർക്ക് ചെയ്യുന്നവർ, അവരെ കുറിച്ച് അല്ലാഹു പറയാണ്, അവരതാ ഉപയോഗിക്കുന്ന ബിംബങ്ങളും അവരുപയോഗിക്കുന്ന ഐഡൽസുകളും അതെല്ലാം അല്ലാഹു പടച്ചതാണ്. അംവാതുൻ ഗൈറു അഹ്യാ വമാ യശ്ഉറൂന അയ്യാന യുബ്അസൂൻ. ജീവനില്ലാത്ത മരവിച്ചുപോയ ഹൃദയത്തിന്റെ ഉടമകളാണവർ. അവർക്ക് നാളെ ഒരു പുനർജീവനമുണ്ട് എന്നതിനെ കുറിച്ച് ചിലപ്പോ അറിവുണ്ടാകും, പക്ഷെ ബോധം ഉണ്ടാകൂല, അതിനെക്കുറിച്ച് ചിന്തിക്കൂല. എന്നിട്ട് അല്ലാഹു പറയാണ്, ഇലാഹുകും ഇലാഹും വാഹിദ്. എന്റെയും നമ്മുടെയും രാജാവ് ഇലാഹ് അത് ഒരുവനാണ്. ഫല്ലദീന ലാ യുഅ്മിനൂന ബില്ലാഖിറതി ഖുലൂബുഹും മുൻകിറതും വഹും മുസ്തക്ബിറൂൻ. നാളെ ആഖിറമുണ്ടെന്ന് വിശ്വസിക്കാത്തവർ, അവർക്കിത് അംഗീകരിക്കാൻ കഴിയൂല, അവർക്കിതിനെപ്പറ്റി ചിന്തിക്കാൻ കഴിയൂല. നിങ്ങൾ ആലോചിച്ചു നോക്കൂ മുഅ്മിനീങ്ങളെ, അല്ലാഹുവിൽ വിശ്വസിക്കാത്തവർ അവരുടെ ഏറ്റവും വലിയ പേടി എന്താണ്? മരണമാണ്. എന്നാൽ അല്ലാഹുവിൽ വിശ്വസിച്ച് അവന് സന്തോഷത്തോടുകൂടെ ഇബാദത്ത് ചെയ്യുന്നവൻ, അവൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന കാര്യം എന്താണ്? മരണമാണ്. കാരണം അവന് അല്ലാഹുവിനെ കാണാനുള്ള ആഗ്രഹമുണ്ട്. അവർക്ക് അല്ലാഹുവിനെ, അവന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങളെ കാണാനുള്ള ആഗ്രഹമുണ്ട്. അതാണ് ബഹുമാനപ്പെട്ട അബ്ദ ബിൻത് ഖാലിദ് ബിൻ മഅദാൻ അൽ ഹിംസി റളിയല്ലാഹു അൻഹ.
അവിടുന്ന് പറഞ്ഞു ഫലമ്മാ കാന ഖാലിദുൻ യഅവി ഇലാ ഫിറാശിഹി ഇല്ലാ വഹുവ യദ്കുറു ശൗഖഹു ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖാലിദ് റളിയല്ലാഹു അൻഹു ഉറങ്ങാൻ വേണ്ടി വിരിപ്പിലേക്ക് കിടന്ന സമയത്ത് ബഹുമാനപ്പെട്ടവർ ഹബീബായ ബഹുമാനപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളെ പറ്റി ആലോചിക്കാറുണ്ടായിരുന്നു. വൈല അസ്ഹാബിഹി വൽ മിനൽ മുഹാജിരീന വൽ അൻസാർ, മുഹാജിരീങ്ങളായ സഹാബികളെ പറ്റി അൻസാരികളായ സഹാബികളെ പറ്റി ചിന്തിക്കാറുണ്ടായിരുന്നു. ثم يسميهم ويقول, പിന്നെ ബഹുമാനപ്പെട്ടവര് പറയും ഹും അസ്ലി വഫസ്ലി, എന്റെ വിജയത്തിന്റെ നിദാനം അത് ലോകത്തിന്റെ നേതാവായ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളവറുകളാണ്. വഇലൈഹിം യഹിന്നു ഖൽബി, അവരിലേക്കാണ് എന്റെ ഹൃദയം ഓടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ത്വാല ശൗഖി ഇലൈഹിം, എന്റെ ആഗ്രഹം അവരെ ഒന്ന് കാണാനാണ്. അതുകൊണ്ട് റബ്ബേ ഫഅജ്ജിൽ റബ്ബി ഖബ്ലി ഇലൈക, എന്റെ റൂഹൊന്ന് തിരിച്ചു പിടിക്കണം, എന്നിട്ട് എന്റെ നേതാവായ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണണമെന്ന് ഖാലിദ് റളിയല്ലാഹു അൻഹു പറയാറുണ്ടായിരുന്നു എന്ന് അബ്ദ റളിയല്ലാഹു അൻഹാ, ഖാലിദ് റളിയല്ലാഹു അൻഹുവിന്റെ മകൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇതാണ് മുഅ്മിനിന്റെ സ്വഭാവം. മുഅ്മിനിന് അവന് മരണം സന്തോഷമാണ്, അവന് മരണത്തെക്കുറിച്ച് പേടിയില്ല. നിങ്ങൾ നോക്കൂ, നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ പരിസര പ്രദേശത്ത് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്ത് ഹറാമിന് അടിമപ്പെട്ടവന്റെ ഏറ്റവും വലിയ പേടി ആ ഹറാമ് ചെയ്യാൻ അവന്റെ മരണത്തിലേക്ക് അവൻ പോകുമോ എന്ന പേടിയാണ്. അവന് ചില സമയമാകുമ്പോ ആ ഹറാമ് ചെയ്യാൻ പറ്റാത്ത സമയമാകുന്ന സമയത്ത് അവന്റെ ശരീരത്തിലുണ്ടാകുന്ന ഒരു ശൈത്വാനുണ്ട്. ഉദാഹരണത്തിന് മദ്യം കഴിക്കുന്ന ആള്, സ്ഥിരമായി മദ്യം കഴിക്കുന്ന ആൾ, അല്ല ലഹരി ഉപയോഗിക്കുന്ന ആള്, അദ്ദേഹത്തിന് ഒരു ദിവസം ലഹരി കിട്ടിയിട്ടില്ലെങ്കിൽ അദ്ദേഹം പ്രകടിപ്പിക്കുന്ന ഒരു അസ്വസ്ഥതയുണ്ട്. അത് മുഅ്മിനിന്റെ സ്വഭാവമല്ലല്ലോ, അത് നരകത്തിലേക്കുള്ളവരുടെ സ്വഭാവമാണ്. അവർക്ക് മരണത്തെ പേടിയാണ്. അല്ലാഹുവിന്റെ മുഅ്മിനീങ്ങൾ അവർ സർവ്വതും റബ്ബിലേക്ക് സമർപ്പിച്ചവരാണ്. അവർക്ക് മരണത്തെ ഭയപ്പെടേണ്ടതില്ല, അവർക്ക് മരണത്തെ ഭയക്കേണ്ട യാതൊരാവശ്യവുമില്ല. എന്നാൽ അവർ മരണത്തിന് ഭയപ്പെടും. എന്തിനു വേണ്ടിയെന്നറിയോ? അള്ളാഹുവിനെ ഭയപ്പെടും, അള്ളാഹുവിനെ ഇഷ്ടം വെക്കും. ഏതുപോലെ നമ്മളെ വാപ്പ, ആ വാപ്പയെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. വാപ്പക്ക് എന്തെങ്കിലും പറ്റി എന്നറിഞ്ഞാൽ നമുക്ക് വലിയ വിഷമായിരിക്കും. എന്നാലോ ആ വാപ്പയെ നമുക്കൊരു തഅലീമിന്റെ ഒരു ഭയമുണ്ട്, ബഹുമാനത്തോടുകൂടെയുള്ള ഒരു ഭയം. ആ ഭയം അല്ലാഹുവിലും അവന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലുമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നമുക്ക് ബഹുമാനമുണ്ട്. അതേ സമയത്ത് ഞാൻ ചെയ്യുന്ന പാപങ്ങൾ എന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിഞ്ഞു പോകുമോ എന്ന ഭയം എനിക്കുണ്ട്. അത് സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഭയമാണ്. നിങ്ങൾ കണ്ടില്ലേ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ സമുദായത്തിനെ പറ്റി പറഞ്ഞപ്പോൾ പറഞ്ഞു, മിമ്മാ ഖതിആതിഹിം, അവരുടെ പാപങ്ങളിൽ പെട്ടതാണ്, ഉഗ്രിഖൂ ഫഉദ്ഖിലൂ നാറൻ ഫലം യജിദൂ ലഹും മിൻ ദൂനില്ലാഹി അൻസാറാ. അവരെ അല്ലാഹു തആല നരകത്തിലേക്ക് അല്ലെങ്കിൽ ബർസഖിയായ തിനദാ ശിക്ഷയിലേക്ക് അല്ലാഹു തആല ഡയറക്റ്റ് അവർക്ക് പ്രവേശനം നൽകി. അവർക്കദാ ഫഉദ്ഖിലൂ, അവർക്ക് നരകത്തിലേക്ക് ഡയറക്റ്റ് പ്രവേശനം നൽകി. വലം യജിദൂ ലഹും മിൻ ദൂനില്ലാഹി അൻസാറാ. അവർക്ക് സഹായിക്കാൻ പറ്റിയ ഒരാളുണ്ടായിരുന്നോ നരകത്തിന് രക്ഷപ്പെടാൻ? ഒരാളും ഉണ്ടായിരുന്നില്ല. കാരണം ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്ന രാജാവാണ് അല്ലാഹ്. ആ അല്ലാഹുവിൽ ഒരാള് വിശ്വസിച്ചു കഴിഞ്ഞാൽ അവർക്ക് പിന്നീട് അള്ളാഹുവിനെ ധിക്കരിക്കാൻ കഴിയൂല. നിങ്ങൾ ആലോചിച്ചു നോക്ക്, ഒരാൾ അല്ലാഹുവിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന് വിശ്വസിച്ചാൽ, ആ വിശ്വാസം ശരിയായ വിശ്വാസമാണെങ്കിൽ
പള്ളിയിൽ നിന്ന് 5 വക്ത് ബാങ്ക് കൊടുക്കുമ്പോ അദ്ദേഹത്തിന് നിസ്കാരം ഖളാക്കാൻ കഴിയൂല. തന്റെ സമ്പത്ത് അള്ളാഹ് ഇഷ്ടപ്പെടാത്ത ചെലവഴിക്കാൻ കഴിയൂല. നമ്മുടെ നാട്ടിൽ ഒരു കല്യാണം നടക്കുമ്പോ അല്ലെങ്കിൽ തന്റെ മകളുടെ കല്യാണം നടക്കുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾ അവരുകൾ ഇഷ്ടപ്പെടാത്ത രൂപത്തിൽ നികാഹിന്റെ മജ്ലിസ് സംഘടിപ്പിക്കാൻ കഴിയൂല. കാരണം അവരുടെ മുന്നിലുള്ള മുൻഗണന അല്ലാഹുവും അവന്റെ റസൂലുമാണ്. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറഞ്ഞു, ലാ തസൂലു ഖദമ അബ്ദിൻ യൗമൽ ഖിയാമത്തി, ഖിയാമത്ത് നാളിൽ നമ്മുടെ കാലുകൾ നമുക്ക് മുന്നോട്ട് വെക്കാൻ കഴിയൂല. ഹത്താ യുസ്അല അൻ ഉംരിഹി ഫീമാ അഫ്നാ, അല്ല നൽകിയ ഈ ആയുസ്സുണ്ടല്ലോ, ഈ ആയുസ്സിൽ അല്ല ഇഷ്ടപ്പെട്ടതിലാണോ ചെലവഴിച്ചത്, അതല്ല അല്ല ഇഷ്ടപ്പെടാത്തതിലാണോ? ഇതിന് വ്യക്തമായ ഉത്തരം പറയാതെ ആഖിറത്തിൽ വെച്ച് കാല് മുന്നോട്ട് വെക്കാൻ സമ്മതം കിട്ടൂല. വഅൻ ഇൽമിഹി ഫീമാ ഫഅൽ, നമുക്ക് മദ്രസയിൽ നിന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ അതാ ശരീഅത്തിന്റെ നിയമങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടോ? ഹജ്ജിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? സകാത്തിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അയൽവാസിയോട് എങ്ങനെ പെരുമാറണമെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ ഇൽമ് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ ആ ഇൽമനുസരിച്ച് പ്രവർത്തിച്ചതിനെ കുറിച്ചോ അല്ലെങ്കിൽ പ്രവർത്തിക്കാത്തതിനെ കുറിച്ചോ മറുപടി പറയാതെ ആഖിറത്തിൽ വെച്ച് കാല് മുന്നോട്ട് വെക്കാൻ കഴിയൂല. വഅൻ മാലിഹി മിൻ അയ്ന ഇക്തസബഹു വഫീമാ അൻഫഖ, ഞാൻ സമ്പാദിച്ച സമ്പാദ്യങ്ങള് അത് അല്ലാഹ് ഇഷ്ടപ്പെട്ടതിലാണോ ചെലവഴിച്ചത്, അതല്ല അല്ലാഹു ഇഷ്ടപ്പെടാത്തതിലാണോ? അന്യ പുരുഷനും അന്യ സ്ത്രീയും പരസ്പരം ഇടകലർന്ന് അതാ ഡാൻസുമായും കൂത്തും പാട്ടുമായി ഹറാമിന് വേണ്ടി ചെലവഴിച്ച പണമാണോ? മദ്യത്തിന് വേണ്ടി ചെലവഴിച്ച പണമാണോ? ശിർക്കിന് വേണ്ടി ചെലവഴിച്ച പണമാണോ? അല്ലാഹ് ഇഷ്ടപ്പെടാത്ത വഴിയിൽ ചെലവഴിച്ച പണമാണോ? കാല് മുന്നോട്ട് വെക്കാൻ കഴിയൂല. വഅൻ ജിസ്മിഹി ഫീമാ ബലാ, തന്റെ ആരോഗ്യം തന്റെ ശരീരം അതെവിടെയാണ് ചെലവഴിച്ചത്, അത് അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട മാർഗത്തിലാണോ? അതിനെക്കുറിച്ച് മറുപടി പറയാതെ അല്ലാഹുവിന്റെ കോടതിയിൽ വെച്ച് നമുക്ക് അതാ കാല് മുന്നോട്ട് വെക്കാൻ കഴിയൂല. ആഖിറമാകുന്ന ലോകം മുഅ്മിനീങ്ങളെ, അത് നിസ്സാര കാര്യമാണോ? അത് ഗൗരവത്തിലെടുക്കണ്ടേ മുഅ്മിനീങ്ങളെ? ഞാൻ ഒരൊറ്റ ഉദാഹരണം, പരിശുദ്ധമായ ഖുർആൻ, ആ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞത് സൂറത്തുൽ ഹജ്റിൽ 74-ാമത്തെ ആയത്തായിട്ട് അല്ലാഹ് പറയാണ്, ഫജഅൽനാ ആലിയഹാ സാഫിലഹാ, ഭൂമിയുടെ താഴ്ഭാഗം അല്ലാഹു തആല മേൽഭാഗമാക്കുന്ന ദിവസം വഅംതർനാ അലൈഹിം ഹിജാറതൻ മിൻ സിജ്ജീൻ, അല്ലാഹുവിന്റെ ശിക്ഷ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ ഒരാൾക്ക് രക്ഷപ്പെടാൻ കഴിയോ? ടെക്നോളജികൾക്ക് രക്ഷപ്പെടുത്താൻ കഴിയോ? ഇല്ലല്ലോ. നമ്മൾ ഭൂകമ്പം നമ്മുടെ നാട്ടിൽ വരാറില്ലേ? വിവിധ രാജ്യങ്ങളിൽ വന്നത് നമ്മൾ വായിക്കാറില്ലേ? ഭൂകമ്പം നടക്കുന്നതിന്റെ മണിക്കൂറുകൾക്ക് മുമ്പ് ഭൂകമ്പം നടക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് പ്രവചിക്കാനുള്ള മെഷീനുകളുണ്ട്. പക്ഷേ ഭൂകമ്പത്തിനെ തടുക്കാനുള്ള മെഷീൻ അത് മനുഷ്യന്റെ കയ്യിലില്ലല്ലോ. അതാ വർഷങ്ങൾക്ക് മുമ്പ് അങ്ങ് ജപ്പാനിലും ഇന്തോനേഷ്യയിലും അതാ സുനാമി വന്ന സമയത്തു അവിടെയുണ്ടായിരുന്ന കന്നുകാലികള്, ആ കന്നുകാലികൾ കരഞ്ഞൂയത് അതാ പത്രമാധ്യമങ്ങളിൽ നമ്മൾ വായിച്ചില്ലേ? അല്ലാഹുവിന്റെ ശിക്ഷ വരുന്ന വാർത്ത മനുഷ്യന് മുമ്പേ കന്നുകാലികൾ മനസ്സിലാക്കി. അതിനുള്ള ശക്തി അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ജീവികൾക്ക് നൽകി. മനുഷ്യൻ അതാ മെഷീനുകൾ ഉപയോഗിച്ചു ശിക്ഷയെ കുറിച്ച് മനസ്സിലാക്കി. പക്ഷേ ശിക്ഷയിൽ നിന്ന് ഓടി ഒളിക്കാൻ കഴിയുന്നില്ല. 2 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ ആലോചിച്ചു നോക്കൂ മുഅ്മിനീങ്ങളെ, നമ്മൾ പലരും മറന്നുപോയതല്ലേ? നമ്മുടെ നാട് മുഴുവനും അടച്ചിട്ടില്ലേ? അതാ മാസങ്ങളോളം നമുക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയുന്നില്ല. അതാ വേറൊരാളോട്
എന്നോട് സംസാരിക്കാൻ കഴിയുന്നില്ല. എന്റെ ഓർമ്മയിലുണ്ട്, ഞാൻ കൈറോയിലുള്ള സമയത്ത് അതാ നാട്ടിലേക്ക് വരാൻ വേണ്ടി ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ഇന്ത്യൻ എംബസിയിൽ പോയ സമയത്ത് അവര് കുടിക്കാൻ വേണ്ടി ഒരു ചെറിയ പാത്രത്തിൽ ജ്യൂസ് കൊണ്ടുവന്നപ്പോ എന്റെ കൂടെ ഉണ്ടായിരുന്നൊരു ഹാഫിളായ മുത്തഅല്ലിം, അദ്ദേഹം അത് കുടിക്കാൻ വേണ്ടി വായയിലേക്ക് അത് കുടിക്കാൻ വേണ്ടി തയ്യാറെടുത്തപ്പോൾ ഞാൻ ഒരു കഷ്ണം തുണിയെടുത്തിട്ട് ആ ജ്യൂസ് എടുത്തിട്ട് വലിച്ചെറിഞ്ഞു. കാരണം പേടിയാണ് മനസ്സിൽ. ആ ജ്യൂസ് അദ്ദേഹം കുടിച്ചിട്ട് ആ ജ്യൂസിന്റെ ഗ്ലാസോ അതിന്റെ പേപ്പർ കഷ്ണമോ അതിലെങ്ങാനും വൈറസ് ഉണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് പകർന്നാലോ? മനുഷ്യര് മുഴുവനും ഭയന്നില്ലേ മുഅ്മിനീങ്ങളെ? അവിടെ നമുക്ക് കാണാൻ എന്തെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. ചെറിയ ഒരു വൈറസ് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകം മുഴുക്കെ അടപ്പിച്ചു കളഞ്ഞു. ചില പണ്ഡിതന്മാർ ലോകം മുഴുവനും ഖൽവത്തിലാണെന്ന് എഴുതി വെച്ചില്ലേ? അങ്ങനെ അല്ലാഹുവിന്റെ കൺട്രോളിലുള്ള ലോകം, ആ ലോകത്ത് അല്ലാഹുവിന്റെ ശിക്ഷ ഇറങ്ങിയാൽ അല്ലെങ്കിൽ ഖിയാമത്ത് നാളായാൽ അവിടെ നിസ്കരിക്കാൻ 2 മിനിറ്റ് തരുമോ എന്ന് ചോദിക്കാനുള്ള സമയമുണ്ടാകൂല. ഞാനൊന്ന് നോമ്പെടുത്തുകൊള്ളട്ടെ എന്ന് ചോദിക്കാനുള്ള സമയമുണ്ടാകൂല. എന്റെ ബാങ്കിലുള്ള പണമെടുത്തു പാവപ്പെട്ടവർക്ക് സകാത്ത്, അവരുടെ അർഹമായ സകാത്ത് കൊടുത്തോട്ടെ എന്ന് ചോദിക്കാനുള്ള സമയമുണ്ടാകൂല. അതാണ് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ. വഅലൈസ ലിൽഇൻസാനി ഇല്ലാ മാ സആ. മനുഷ്യൻ അധ്വാനിച്ചതല്ലാതെ അവന്റെ ജീവിതത്തിൽ ഉണ്ടാകൂല. നമ്മൾ ഖബറിലേക്ക് പോകുന്നൊരു ദിവസമുണ്ട്. ആ ഖബറിലേക്ക് നമ്മൾ 3 കാര്യങ്ങളാണ് കൊണ്ടുപോകുന്നത്. പക്ഷേ 2 കാര്യങ്ങളെ കൂടെ വരുള്ളൂ. ഒന്നാമത്തത് എന്റെ കൂട്ടുകാരും എന്റെ അയൽവാസികളുമാണ്. അവരെന്റെ മയ്യത്ത് ഖബറിലേക്ക് വെച്ചാൽ അവരാരും അതാ ആ മയ്യത്തിന്റെ അടുത്ത് മണിക്കൂറുകൾ താമസിക്കുന്നില്ല. അവര് തിരിച്ചു പോയി എന്റെ സമ്പത്ത് മുന്നിൽ വെച്ച് അവരവർക്ക് കിട്ടേണ്ട സമ്പത്തുകൾ ഭാഗിച്ചെടുക്കുന്നതിന്റെ തിരക്കിലാണ്. രണ്ടാമതായി ഞാൻ കൊണ്ടുപോകുന്നത് 3 കഷ്ണം തുണിക്കഷ്ണമാണ്. മൂന്നാമത് ഞാൻ കൊണ്ടുപോകുന്നത് ഞാനിവിടെ വെച്ച് ചെയ്ത എന്റെ സുന്നത്ത് നിസ്കാരമാണ്, ഫർദ് നിസ്കാരങ്ങളാണ്, സ്വലാത്താണ്, ഇൽമിന്റെ മജ്ലിസുകളാണ്. അല്ലാഹുവിന്റെ പള്ളികളെ, ആ പള്ളികളെ ബഹുമാനിച്ചതാണ്, അഹ്ലുൽ ഇൽമിനെ ബഹുമാനിച്ചതാണ്, സയ്യിദന്മാരെ ബഹുമാനിച്ചതാണ്, അതാ മദ്രസകളെ സഹായിച്ചതാണ്. ഇത് 3 അല്ലാതെ നമ്മൾ ഖബറിലേക്ക് കൊണ്ടുപോകൂല. പക്ഷേ ഖബറിൽ നമ്മുടെ കൂടെ പോരുന്നത് ഈ 3 കഷ്ണം തുടിയും നമ്മൾ അധ്വാനിച്ചതല്ലാതെ നമ്മുടെ ഖബറിലേക്ക് വരൂല. അല്ലാഹു തആല സൂറത്തുൽ കഹ്ഫിൽ നമ്മൾ പഠിപ്പിച്ചു, ഇന്നല്ലദീന ആമനു വഅമിലുസ്സാലിഹാതി കാനത് ലഹും ജന്നാത്തുൽ ഫിർദൗസി നുസുലാ. ഈമാനോടുകൂടെ അമൽ ചെയ്തവർ, ഈമാനില്ലാതെ ബിദ്അത്തിന്റെ കക്ഷികളായി അല്ലെങ്കിൽ യുക്തിവാദിയായി ഏത് നന്മ ചെയ്താലും അല്ലാഹ് സ്വീകരിക്കൂല. അല്ലാഹുവിനെ വിശ്വസിക്കേണ്ട രൂപത്തിൽ വിശ്വസിച്ച് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളെ പറുകളിൽ വിശ്വസിച്ച് ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിച്ചു നല്ല കർമ്മങ്ങൾ ചെയ്തോളൂ. എന്നാൽ കാനത് ലഹും ജന്നാത്തുൽ ഫിർദൗസി നുസുലാ. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗം സമ്മാനിച്ചു എന്ന് പരിശുദ്ധമായ ഖുർആൻ. അതിന് ഏറ്റവും മനുഷ്യന് വേണ്ടതാണ് അറിവ്. അറിവില്ലാതെ ഒരാൾക്ക് രക്ഷപ്പെടാൻ കഴിയൂല. ആ അറിവിന് വേണ്ടി അൽഹംദുലില്ലാഹ് നമ്മുടെ ഈ പരിപാടിയുടെ സംഘാടകർ മദ്രസക്ക് വേണ്ടി സഹായം ചോദിച്ചു. നിങ്ങളൊക്കെ ആ മദ്രസക്ക് വേണ്ടി നല്ല സഹായം നൽകണം. അല്ലാഹു തആല നമ്മുടെ നാട്ടിലൊക്കെ ഇൽമ് ഈ ഖിയാമത്ത് നാൾ വരെ അല്ലാഹു തആല സ്ഥിരപ്പെടുത്തുമാറാകട്ടെ. മദ്രസകൾ, ആ മദ്രസയിലേക്ക് നമ്മളെ മക്കളെ പറഞ്ഞേക്കണം. നമ്മളെ മക്കളെ ഇൽമ് പഠിക്കാൻ വേണ്ടി നമ്മൾ ഉത്സാഹം കാണിക്കണം. അവര് സ്കൂളിൽ ഒരു ദിവസം പോയില്ലെങ്കിൽ നമ്മൾ വലിയ പ്രശ്നം ഉണ്ടാക്കും. വേറൊരു ദിവസം മദ്രസയിൽ പോയില്ലെങ്കിലോ അത് കുഴപ്പമില്ല, സ്കൂളിൽ പോയില്ലെങ്കിലാണ് പ്രശ്നം. ആ മനോഭാവം നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകാൻ പാടില്ല. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ
നമ്മുടെ മക്കൾ ചെറിയ പ്രായത്തിൽ നിന്ന് തന്നെ പഠിച്ചെടുക്കണം. ഏതൊക്കെ കർമ്മങ്ങൾ ചെയ്യണമെന്ന് പഠിച്ചെടുക്കണം. അയൽവാസി ആരാണെന്ന് പഠിച്ചെടുക്കണം. വാപ്പയാരാണെന്ന് പഠിച്ചെടുക്കണം. ഉമ്മയാരാണെന്ന് പഠിച്ചെടുക്കണം. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ശരീഅത്തും സംസ്കാരവും അതറിയാതെ നമ്മുടെ മക്കൾ വളർന്നാൽ അവർക്ക് ആലിമിയോട് ബഹുമാനം ഉണ്ടാകൂല, സയ്യിദന്മാരോട് ബഹുമാനം ഉണ്ടാകൂല, മക്കയോട് ബഹുമാനം ഉണ്ടാകൂല, അതേപോലെ മദീനയോട് ബഹുമാനം ഉണ്ടാകൂല, പള്ളിയോട് ബഹുമാനം ഉണ്ടാകൂല. അത് പിന്നെ മെല്ലെ 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 അവരോട് സംസാരിച്ചു നോക്കിയാൽ ചിലപ്പോൾ നിസ്കാരം തന്നെ ഉണ്ടാകൂല. അതും കഴിഞ്ഞ് പിന്നെയും സംസാരിച്ചു നോക്കിയാലോ, കാലങ്ങൾ കഴിഞ്ഞാലോ ചിലപ്പോ അവർക്ക് എന്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, എന്ത് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് ചിന്തിക്കുന്നിടത്തേക്ക് നമ്മുടെ മക്കൾ വഴുതിപ്പോകാതിരിക്കണം. അതിന് നമ്മുടെ മക്കളും നമ്മളും ഇൽമ് നേടണം. അല്ലാഹുവിന്റെ പരിശുദ്ധമായ നൂറാകുന്ന ഇൽമ്. ആ ഇൽമില്ലാതെ ഒരാൾക്കും വിജയിക്കാൻ കഴിയൂല. ഇൽമില്ലാതെ അല്ലാഹു തആല നമ്മുടെ നിസ്കാരം അല്ലാഹു സ്വീകരിക്കൂല. ഇൽമുണ്ടാകുമ്പോഴാണ് സ്വർഗത്തിനെ കുറിച്ചും നരകത്തിനെ കുറിച്ചും ബോധം വരുന്നത്. ആരാണ് അല്ലാഹു എന്നതിനെ കുറിച്ച് അറിയാൻ കഴിയുന്നത്? അവന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ആ നബി തങ്ങളെ കുറിച്ച് പഠിക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് ഇൽമുൽ മുജറദു അനിന്നൂരി വനിൽ കിതാബി കമിസ്ലി കിതാബിൻ ഫീ റഫിൻ ഇമാമിങ്ങൾ പറഞ്ഞു. യഥാ ഒരാൾക്ക് ഇൽമില്ലാത്ത ഒരാള് അദ്ദേഹത്തിന്റെ ജീവിതം അതാ ഒന്നും എഴുതാത്ത ഒരു കിതാബ് പോലെയാണ്. ആ കിതാബ് കൊണ്ട് ഒരു ഉപകാരവും അദ്ദേഹത്തിന് ഉണ്ടാകൂല. അതേപോലെ അറിവും അമലും ഇല്ലാത്ത ഒരാളുടെ ജീവിതം, അദ്ദേഹത്തിന്റെ ജീവിതത്തിന് തന്നെ ഒരു ഉപകാരമുണ്ടാകൂല. ഫൽഇൽമു ബിൽഅമാലി യസ്കൂ വബിൽഅഹ്വാലി വലൈസ ബിൽഅഖ്വാലി വകത്റത്തിൽ ജിദാലി. അൽഇൽമു ഖശിയതു കുല്ലുഹു യുറഫു ബിദാക അഹ്ലു. ഇമാമിങ്ങൾ പറഞ്ഞു, അതാ ഇൽമെന്ന് പറഞ്ഞാൽ അത് അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കലാണ്. അതാണ് ഏറ്റവും വലിയ ഇൽമ്. ഇൽമ് ഈമാൻ എന്ന് പറഞ്ഞാൽ അമലാണെന്ന് വരെ ഇമാമിങ്ങൾ പറഞ്ഞവരുണ്ട്. ആ ഇൽമനുസരിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് റബ്ബിനെ ഭയപ്പെട്ട് ജീവിക്കാൻ നമുക്ക് കഴിയുന്നത്. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി യുജാഉ ബിർറജുലി യൗമൽ ഖിയാമത്തി ഫയുൽഖാ ഫിന്നാർ. നരകത്തിൽ ഒരാളെ കൊണ്ടുവരപ്പെടും, അദ്ദേഹത്തിന് നരകത്തിലേക്ക് ഇടപെടും. അതാണ് അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി അവിടുന്ന് പറയാണ്, ഫതന്തലിഖു വഖ്താബുഹു ഫയദൂറു ബിഹാ കമാ യദൂറുൽ ഹിമാറു ബിർരിഹാ. അദ്ദേഹത്തിനെ അതാ കഴുതയുടെ ചുറ്റുവട്ടത്തിൽ ഇങ്ങനെ ചുറ്റിയിട്ട് കൊണ്ടുപോകുന്നത് പോലെ ആ വ്യക്തിയെ നരകത്തിൽ ഇങ്ങനെ വലിച്ചിഴച്ച് കൊണ്ടുപോകും. ഫയജ്തമിഉ അഹ്ലുന്നാരി അലൈഹി ഫയഖൂലൂൻ. അപ്പോ നരകക്കാരെല്ലാം ഈ വ്യക്തിയുടെ അടുക്കൽ വന്ന് ആശ്ചര്യത്തോട് ഒന്ന് വന്നിട്ട് ചോദിക്കും, അലസ്ത കുന്ത തഅമുറുനാ ബിൽ മഅറൂഫി വതൻഹാനാ അനിൽ മുൻകരി. നിങ്ങളല്ലേ ദുനിയാവിൽ ഇന്നത് ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞതു, ഇന്നത് ചെയ്യണമെന്ന് പറഞ്ഞതു, എന്നിട്ടും എന്തേ നിങ്ങളെ നരകത്തിലായി പോയത്? അയാള് പറയാണ്, കുന്തു അമുറുകും ബിൽ മഅറൂഫി വലാ ആതി. ഞാൻ നിങ്ങളോട് നിസ്കരിക്കാൻ പറയാറുണ്ട്, പക്ഷേ ഞാൻ നിസ്കരിക്കാറില്ല. നിങ്ങളോട് ഞാൻ ഹജ്ജ് ചെയ്യാൻ പറയാറുണ്ട്, ഞാൻ ഹജ്ജ് ചെയ്തിട്ടില്ല. അതാ പാവങ്ങളുടെ സമ്പത്ത് സകാത്ത് കൃത്യമായി കൊടുക്കണമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഞാൻ കൊണ്ടുവന്നിട്ടില്ല. വഅൻഹാകും അനിൽ മുൻകരി വആതി. ഹറാമുകൾ ഏതാണെന്ന് ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്, പക്ഷേ ഞാൻ തന്നെ ആ ഹറാമുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കിങ്ങനെ ഒരു അവസ്ഥ തന്നത് എന്ന് ബഹുമാതാ ആ നരകത്തിലുള്ള വ്യക്തി വിളിച്ചു പറയുമെന്ന് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി. ബഹുമാനപ്പെട്ട അതാ ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു ഈ ഹദീസ് അവിടുത്തെ ശുഅബുൽ ഈമാനിൽ 285ാമത്തെ ഹദീസായി അവിടുന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നു. നമുക്ക് അറിവുണ്ടായാൽ ആ അറിവനുസരിച്ച് അമല് ചെയ്യുമ്പോഴാണ് നമുക്ക് ഖബറിൽ രക്ഷയുണ്ടാകുന്നത്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു,
ഇന്നൽ മുനാഫിഖീന ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ. മുനാഫിഖീകൾ അവർ നരകത്തിന്റെ ഏറ്റവും താഴെയാണ്. കാരണം അന്നഹും ജഹദു ബഅദൽ ഇൽമി, അറിവ് ലഭിച്ചതിന്റെ ശേഷം അവർ അല്ലാഹുവിനെ ധിക്കരിച്ചു. വജുഇലൽ യഹൂദു ശർറൻ മിനൻ നസാറ, യഹൂദികള് അവര് നസ്രാനികളെക്കാൾ ശർറായിട്ട് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. കാരണം എന്താ? മാന്നഹും മാ ജഅലൂ ലില്ലാഹി സുബ്ഹാനഹു വ തആല വലദൻ, യഹൂദികള് അല്ലാഹുവിന് മക്കളുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല. നസ്രാനികൾ പറഞ്ഞിട്ടുണ്ട് ഈസാ നബി അലൈഹിസ്സലാം പ്രവാചകനല്ല ദൈവപുത്രനാണെന്ന് വാദിച്ചിട്ടുണ്ട്. പക്ഷേ അവർക്ക് അങ്ങനെ ഒന്നും വാദമില്ലെങ്കിലും അവരെന്ത് ചെയ്തു? അറിവിന്റെ ശേഷം റബ്ബിനെ ധിക്കരിച്ചു. അവർക്കറിയാം സത്യമേതാണെന്ന് മനസ്സിലാക്കിയ ശേഷമുള്ള ധിക്കാരം. അതാണ് അല്ലാഹ് പറഞ്ഞത്, യഅരിഫൂനഹു കമാ യഅരിഫൂന അബ്നാഅഹും, അവരുടെ മക്കളെ അറിയുന്നത് പോലെ അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും അവിടുന്ന് കൊണ്ടുവന്ന ആശയത്തെയും അവർക്കറിയാം. ഫലമ്മാ ജാഅഹും മാ അറഫു കഫറൂ ബിഹി ഫലഅനതുല്ലാഹി അലൽ കാഫിരീൻ. അവർക്ക് അറിയുന്ന വിഷയം തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ സംവേദനം നടത്തിയതു. പക്ഷേ അവർക്കത് അംഗീകരിക്കാനുള്ള ഭാഗ്യമുണ്ടായില്ല. അവരെ അല്ലാഹു തആല അവന്റെ റഹ്മത്തിൽ നിന്ന് അതിവിദൂരത്താക്കി. അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി മൻ ഇസ്ദാദ ഇൽമൻ വലം യസ്ദദ് ഹുദൻ, ഒരാൾക്ക് ഇൽമുണ്ട് പക്ഷേ അവർക്ക് സന്മാർഗമില്ല, അതാ നല്ലത് ചെയ്യാനുള്ള ഭാഗ്യം ില്ലെങ്കിൽ അതാ അല്ലാഹുവിന്റെ ഹബീബ് തങ്ങൾ പറഞ്ഞു, വലം യസ്ദദ് മിനല്ലാഹി ഇല്ലാ ബുഅദാ, അല്ലാഹുവിൽ നിന്ന് അവര് അതാ അവന്റെ അനുഗ്രഹങ്ങളിൽ ഇത് അവന്റെ കാരുണ്യത്തിൽ നിന്ന് വിദൂരത്താക്കലല്ലാതെ അവരുടെ ജീവിതം കൊണ്ട് അവര് നേടിയെടുക്കുന്നില്ല. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അലവിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു, സൂഫികളായ വലിയ വലിയ സാലിഹീങ്ങളായ മഹാന്മാര് അവര് നല്ല ജീവിതം നയിച്ചവരാണല്ലോ. ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു തുടങ്ങിയ സ്വഹാബികളും താബിഈങ്ങളും അല്ലാഹുവിന്റെ റിള നേടിയെടുത്ത മഹാന്മാരാണല്ലോ. അവരെ കുറിച്ച് പറഞ്ഞു, അസ്സാലിഖു സ്വാദിഖു ലാ യസാലു ഫീ മസീദിൻ മിനൽ മഅരിഫതി വൽ ഇബാദതി ഹത്താ യഖ്റുജ മിനദ് ദുനിയാ. അവര് ദുനിയാവിൽ നിന്ന് പിരിഞ്ഞു പോകുന്നതിന്റെ മുമ്പ് തന്നെ അല്ലെങ്കിൽ പിരിഞ്ഞു പോകുന്നത് വരെ അവര് റബ്ബിനെ കുറിച്ച് പഠിക്കുകയാണ്, അവനെ ഇബാദത്തെടുക്കുന്ന തിരക്കിലാണ്. ഫൈദാ ലഹറ അലൈഹി അഥറും മിനത് തഫ്സീരി ദല്ല ദാലിക അലാ വഖൂഫിഹി വലാ ഫുതൂരിഹി. ബഹുമാനപ്പെട്ട സുലൈമാൻ റഹിമഹുല്ലാഹ് കമാ ഖാല അബൂ സുലൈമാൻ റഹിമഹുല്ലാഹ് അവിടുന്ന് പറഞ്ഞതുപോലെ, ലൗ വസലൂ മാ റജഊ, അവരതാ ഒരു വിഷയത്തിലും ഇബാദത്തിന്റെ വിഷയത്തിലും അവര് മടി കാണിക്കുന്നില്ല, അവരതിൽ നിന്ന് വിട്ടു നിൽക്കുന്നില്ല. അതല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തത്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഅ, അല്ലാഹുവേ ഉപകാരമില്ലാത്ത അറിവിൽ നിന്ന് ഞാൻ കാവൽ ചോദിക്കുന്നു. വമിൻ ഖൽബിൻ ലാ യഖ്ശഅ, അതേപോലെ റബ്ബിനെ ഭയപ്പെടാത്ത ഹൃദയം, അതിൽ നിന്നും ഞാൻ കാവൽ ചോദിക്കുന്നു. വമിൻ നഫ്സിൻ ലാ തശ്ബഅ, എത്ര കഴിച്ചാലും എത്ര കിട്ടിയാലും മതിയാകാത്ത ശരീരത്തിൽ നിന്നും ഞാൻ കാവൽ ചോദിക്കുന്നു. വമിൻ ദഅവത്തിൻ ലാ യുസ്തജാബു ലഹാ, ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനയിൽ ഇത് ഞാൻ കാവൽ ചോദിക്കുന്നു എന്ന് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ്. നിങ്ങൾ കണ്ടില്ലേ, ബഹുമാനപ്പെട്ട സയ്യിദുനാ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു റഈസുസ് സാഹിദീൻ എന്ന പേരിൽ അറിയപ്പെട്ട മഹാനാണ്. ബഹുമാനപ്പെട്ടവരെ ഒരു അടിമയെ വാങ്ങിയപ്പോ അടിമയോട് ചോദിച്ചു, മസ്മുക, നിന്റെ പേരെന്താണ്? അടിമയുടെ മറുപടി, മുതലാളിയായ നിങ്ങൾ എനിക്ക് നിങ്ങൾ എനിക്ക് പേര് വെച്ചിട്ടില്ലല്ലോ. വീണ്ടും ചോദിച്ചു, മാ ശുഗ്ലുക, നിങ്ങളെ ജോലി എന്താണ്?
അപ്പൊ പറഞ്ഞു, നിങ്ങൾ എനിക്ക് ജോലി അല്ലതാ എനിക്ക് ജോലി എന്ന ആളല്ലല്ലോ. പിന്നെ ചോദിച്ചു, നിങ്ങളെ വസ്ത്രം എന്താണ്? മാ അൽബസ്തനി, നിങ്ങൾ എനിക്ക് വസ്ത്രം തന്നിട്ടില്ലല്ലോ. മഖ്തിയാറുക, നിങ്ങളുടെ മനസ്സിലുള്ള ചിന്താഗതികൾ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് എന്താണ്? അപ്പൊ ചോദിച്ചു അടിമ, അവലിൽ അബ്ദു ഖിയാറും മഅ സയ്യിദിഹി, തന്റെ അതാ രാജാവായ തന്റെ അധിപനായ മാലികുൽ മുലൂക്കായ മുദബ്ബിറായ ഖാലിഖായ അല്ലാഹ്, അവന്റെ മുന്നിൽ എന്ത് ചെയ്യണമെന്നതിനെ കുറിച്ച് അടിമക്ക് ചിന്തിക്കാനും തെരഞ്ഞെടുക്കാനുമുള്ള അവകാശമുണ്ടോ? ഈ ചോദ്യം കേട്ടപ്പോ സയ്യിദുനാ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു, ആ ചോദ്യം കേട്ടപ്പോൾ ബഹുമാനപ്പെട്ടവരുടെ മനസ്സ് മാറി. അതാ തന്റെ കൊട്ടാരം വലിച്ചെറിഞ്ഞു. ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു ജാഹിദായി റബ്ബിന്റെ മുന്നിൽ വലിയ ഔലിയാക്കളുടെ മഹാന്മാരുടെ പട്ടികയിലേക്ക് വരികയാണ്. അതാ എനിക്ക് നിങ്ങൾ ജോലി തന്നിട്ടില്ലല്ലോ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അല്ലാഹ് പറഞ്ഞില്ലേ, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, ഞാൻ നിങ്ങൾക്ക് ജോലി തന്നത് നിങ്ങളുടെ പണി തന്നെ എന്നെ എന്നെ ആരാധിക്കാനാണെന്ന് അല്ലാഹ് ആ റബ്ബ് പറഞ്ഞിട്ടുണ്ട്. അതാ നിങ്ങള് വസ്ത്രം ഏതാണെന്ന് ചോദിച്ചില്ലേ? എന്റെ വസ്ത്രം പരിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞില്ലേ, എന്റെ വസ്ത്രം തഖ്വയാണ്. ഇത് കേട്ടപ്പോഴാണ് ബഹുമാനപ്പെട്ട സയ്യിദുനാ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു അവിടുന്ന് അല്ലാഹുവിന്റെ വഴിയിലേക്ക് സാഹിദായി തഖ്തഖിയായി സാലിഹായി വലിയായി റബ്ബിനെ വഴിപ്പെടാൻ വേണ്ടി ജീവിതം മാറ്റിവെക്കുന്നു. ഉമ്മമാരെ, എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നമ്മുടെ ശരീരത്തെ നാളെ അല്ലാഹുവിന്റെ കോടതിയിലുള്ള നരകത്തിൽ നിന്ന് കാത്തോളണം. നമ്മുടെ ശരീരം കാത്താലേ നമുക്ക് വേറൊരാളെ രക്ഷപ്പെടുത്താൻ കഴിയുള്ളൂ. ഏതുപോലെ നമ്മളൊരു മെഴുകുതിരി ഉണ്ടെങ്കിൽ ആ മെഴുകുതിരി കത്തുന്നുണ്ടെങ്കിലേ ആ മെഴുകുതിരിയിൽ നിന്ന് വേറൊരു മെഴുകുതിരി കത്തിച്ചു കൊടുക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ, എന്റെ മുഅ്മിനീങ്ങൾ ഒരൊറ്റ മിനിറ്റ് എഴുന്നേറ്റു നിൽക്കൂ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിച്ചു, യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, നിങ്ങളുടെ ശരീരത്തെയും നിങ്ങളുടെ കുടുംബത്തിന്റെ ശരീരത്തെയും നിങ്ങൾ നരകത്തിൽ നിന്ന് സൂക്ഷിച്ചോളൂ. കാരണം വഖൂദുഹന്നാസ് വൽ ഹിജാറ, ആ നരകത്തിൽ വിറകുകളില്ല, ആ നരകത്തിൽ കത്തുന്ന തീയുടെ വിറക് അത് മനുഷ്യന്റെ ശരീരമാണ്. അലൈഹാ മലായികത്തുൻ ഖിലാദുൻ ശിദാദു ലാ യഅസൂന അല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. അവിടെയതാ ഒരു കാരുണ്യവും കാണിക്കാത്ത, റബ്ബിന്റെ കൽപ്പനകൾക്കനുസരിച്ച് മാത്രം ചെയ്യുന്ന, റബ്ബിനെ ഒരു സമയത്ത് പോലും ധിക്കരിക്കാത്ത മലായികത്തുണ്ട്. ആ മലക്കുകൾ അവരെ ശിക്ഷ നടപ്പാക്കുന്നതിൽ യാതൊരു വിട്ടുവീഴ്ചയും നൽകൂല. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ശരീരത്തെയും തന്റെ കുടുംബത്തെയും തന്റെ അയൽവാസിയും ഞാനുമായി ബന്ധപ്പെട്ടവരെയും നമ്മളുമായി ബന്ധപ്പെട്ടവരെയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിക്കോളൂ. അതെങ്ങനെയാണ് രക്ഷപ്പെടുത്തേണ്ടത്? അതിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗവും നരകവും നമുക്ക് പടച്ചു തന്നത്. ഒരാൾ നരകത്തിൽ നിന്ന് നമ്മുടെ ശരീരത്തെ രക്ഷപ്പെടുത്തിയാൽ അവർക്ക് സ്വർഗമുണ്ട്. ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടില്ലെങ്കിൽ അന്നാറു യുറദൂന അലൈഹാ ഖുദുവൻ വഅശിയാ, നരകം അതാ രാവിലെയും വൈകുന്നേരവും അവർക്ക് കാണിക്കപ്പെടുകയാണ്. വയൗമ തഖൂമുസ്സാഅതു ഉദ്ഖിലൂ ആല ഫിർഔന അശദ്ദൽ അദാബ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഫിർഔനെയും ഫിർഔനിന്റെ കൂട്ടാളികളെയും അതാ കടലിൽ മുക്കിയതിനെ പറ്റി സംസാരിച്ച സ്ഥലത്ത് സൂറത്തുൽ ഗാഫിറിൽ അല്ലാഹ് പറഞ്ഞില്ലേ, അവരുടെ ശരീരം നശിച്ചെങ്കിലും നാളെ ഖിയാമത്ത് നാളിൽ അല്ലാഹു തആല അതിന് പുനർജീവനം നൽകും. എന്നിട്ട് അവരുടെ ശരീരം എങ്ങനെയാണോ അതേപോലെ അല്ലാഹു തആല പുനർജീവനം നൽകും. എന്നിട്ടോ അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല കഠിന കഠോരമായ നരകത്തിന്റെ ശിക്ഷയിലേക്ക്
അവർക്ക് പ്രവേശനം നൽകുമെന്നും ഈ ആയത്തിന്റെ തഫ്സീറിൽ ഇമാമിങ്ങൾ പറഞ്ഞില്ലേ, ഇന്നല്ലദീന ഫതനുൽ മുഅ്മിനീന വൽ മുഅ്മിനാതി ثم لم يتوبوا فلهم عذاب جهنم ولهم عذاب الحريق. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ധിക്കരിച്ച മുഅ്മിനീങ്ങൾ, അവനെ ധിക്കരിച്ച മുഅ്മിനാത്തുകൾ, സ്ത്രീകൾ, ഉമ്മമാര് അവരെ റബ്ബിലേക്ക് മടങ്ങുന്നില്ലെങ്കിൽ അല്ലാഹ് പറയാണ് ഫലഹും അദാബു ജഹന്നമ വലഹും അദാബുൽ ഹരീഖ്, അവരെ കരിച്ചു കളയുന്ന ശിക്ഷയുണ്ട്. ഇങ്ങനെ എത്ര ആയത്തുകളുണ്ട് മുഅ്മിനീങ്ങളെ നരകത്തിനെ കുറിച്ച് പറഞ്ഞത്. വലൗ തറാ ഇദിൽ ളാലിമൂന ഫീ ഉമറാത്തിൽ മൗതി വൽ മലായികതു ബാസിതു അയ്ദീഹിം അഖ്രിജൂ അൻഫുസകുമുൽ യൗമ തുജ്സൗന അദാബൽ ഹൂരി ബിമാ കുൻതും തഖൂലൂന അലല്ലാഹി ഗൈറൽ ഹഖ് വ കുൻതും അൻ ആയാതിഹി തസ്തക്ബിറൂൻ. അല്ലാഹു തആല ഖുർആനിലൂടെ നിങ്ങളെ ഉത്ബോധിപ്പിച്ച വിഷയങ്ങൾ, അതിൽ നിന്ന് നിങ്ങൾ മാറിയിരുന്നു ധിക്കരിച്ചത് കാരണമായി നിങ്ങൾക്ക് നരകമുണ്ടെന്ന് പരിശുദ്ധമായ ഖുർആൻ. ഇങ്ങനെ എത്ര ആയത്തുകൾ നരകത്തിനെ കുറിച്ച് സംസാരിച്ചു. ആ നരകത്തിൽ നിന്ന് രക്ഷ വേണോ? ആ നരകത്തിന്റെ വാതിലാണ് ഖബറാകുന്ന ജീവിതം. ആ ഖബറാകുന്ന ജീവിതം സ്വർഗത്തിന്റെ കൂടി വാതിലാണ്. അതാണ് ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉസ്മാൻ റളിയല്ലാഹു അൻഹു. അവിടുന്ന് ധാരാളം കരയുന്ന മഹാനായിരുന്നു. അപ്പൊ ശിഷ്യന്മാര് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ധാരാളം കരയുന്നത്? ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ഖബറിനെ ആലോചിച്ചിട്ടാണ് കരയുന്നത്. കാരണം ഒരാള് ഖബറിൽ നിന്ന് വിജയിച്ചു കഴിഞ്ഞാൽ അതിന്റെ ശേഷമുള്ള മുഴുവൻ വിചാരണയിലും സിറാത്തുപാലത്തിലും മുഴുവൻ വിഷയത്തിലും അവൻ വിജയിച്ചവനാണ്. ഇനി അതാ ഒരാള് ഖബറിന്റെ വിഷയത്തിൽ പരാജിതനായാലോ അവന് ശേഷമുള്ള ഒരു വിഷയത്തിലും അല്ലാഹു തആല വിജയം നൽകൂല. ഇത് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഹത്താ യബുല്ല ലിഹ്യതഹു, താടിരൂപം നനയുന്നത് വരെ ബഹുമാനപ്പെട്ടവർ കരയാറുണ്ടായിരുന്നു. ഇമാമിങ്ങൾ എഴുതി വെച്ചില്ലേ? ബഹുമാനപ്പെട്ട റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹാ, ബഹുമാനപ്പെട്ട മഹദി, അല്ലാഹുവിനെ ഇഷ്ടപ്പെട്ട മഹദിയാട്, ധാരാളം ഇബാദത്തെടുത്ത മഹദിയാട്. തന്റെ വീട്ടിലേക്കൊരു കള്ളൻ വന്നപ്പോൾ ചരക്കുകൾ കൂട്ടിയോജിച്ച് ആ ചരക്കുകൾ കെട്ടിവെച്ചിട്ട് വാതിലിന്റെ അടുക്കൽ വന്ന് നോക്കുമ്പോ വാതിലുകൾ തുറക്കപ്പെടുന്നില്ല. അങ്ങനെ നിരാശനായി കള്ളൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ഒരാൾ ഇങ്ങനെ വിളിച്ചു പറയാണ്, ഇദാ ഇൻകാനത് റാബിഅതുനാ ഇമതൻ ഫമഹ്ബൂബുഹാ ലാ തഖുദുഹു സിനതും വലാ നൗം. ബഹുമാനപ്പെട്ട റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹാ ഉറക്കിലാണെങ്കിൽ ആ റാബിയത്തുൽ അദവിയ്യ ആരാധിക്കുന്ന ലോകത്തിന്റെ അധിപനായ അല്ലാഹ് അവന് ഉറങ്ങുന്നവനല്ല, അവന് ഉറക്കു തൂക്കം വരുന്നവനല്ല. അല്ലാഹുവിനെ ഇഷ്ടപ്പെട്ട് അവന് വഴിപ്പെട്ടാൽ അത് അല്ലാഹു തആല അവരെ ദുനിയാവിലും വെറുതെയാക്കൂല, ആഖിറത്തിലും വെറുതെയാക്കൂല. അല്ലാഹ് തന്നെ പറഞ്ഞില്ലേ, ഇന്നല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാതി സയജഅലു ലഹുമുർ റഹ്മാനു വുദ്ദാ. നിങ്ങൾ നല്ല നല്ല കർമ്മം ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് നിങ്ങൾക്ക് അതാ നിങ്ങളുടെ മനസ്സിൽ മഹബ്ബത്ത് നൽകും. ആ മഹബ്ബത്ത് കൊണ്ട് നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയും. അതാണ് ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത്. അവിടുന്ന് അതാ വ്യാഴാഴ്ച നോമ്പെടുത്തിടു. വ്യാഴാഴ്ച നോമ്പെടുത്തപ്പോൾ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കാണുകയാണ്. ആ സ്വപ്നത്തിൽ പറയാണ്, അതാനി ഫഖാല ലാ തുഫ്തിർ ഹത്താ തുഫ്തിർ അൻദി അൽ ഖാബില. നാളെ നോമ്പ് മുറിക്കാൻ പാടില്ല, നാളത്തെ നോമ്പ് തുറ എന്റെ കൂടെയാണെന്ന് ഹബീബ്
മുഹമ്മദുർ റസൂലുള്ളാഹി. വലത് ഭാഗത്ത് അബൂബക്കർ തങ്ങളുണ്ട്, ഇടത് ഭാഗത്ത് സയ്യിദുനാ ഉമർ ഇബ്നു ഖത്താബ് തങ്ങളുണ്ട്. അതാ ബഹുമാനപ്പെട്ടവര് നൊമ്പെടുത്തിട്ട് വീട്ടിൽ നിന്നതാ ثم دعا بمصحف فنشره بين يديه. ഖുർആൻ മുന്നിൽ നിവർത്തി വെച്ചപ്പോൾ فقتل وهو بين يديه. ഈ ലോകത്തിൽ ഇന്നതാ ബഹുമാനപ്പെട്ടവർ കൊലപ്പെട്ടു പോയി, കൊല ചെയ്യപ്പെട്ട് റബ്ബിലേക്ക് മടങ്ങിപ്പോയി. ഉമ്മമാരെ, രക്ഷിതാക്കളെ, ഇദാ ഉദിയ ഫീ ഖബ്രിഹി, നമ്മുടെ മയ്യിത്ത് ഖബറിലേക്ക് വെച്ചാൽ അതാ അവിടെ വരുന്നു ജാൽ മലക്കാനിൽ അസ്വദരി, കറുത്തിരുണ്ട രണ്ട് മലക്കുകൾ വരും. അവർ വന്നിട്ട് നിങ്ങളുടെ ദീനേതാണ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾ അവരുടെ സൂറത്ത് കാണിച്ചു തന്നിട്ട് പരിചയമുണ്ടോ എന്ന് ചോദിക്കും. ഇവിടെ സദാ സ്വാലിഹായ കർമ്മങ്ങൾ ചെയ്യാത്തവരാണോ? അവർക്ക് അവിടെ ഉത്തരം പറയാൻ കഴിയില്ല. ഖബറിൽ വെച്ച് ഖബർ ഇടുങ്ങിയ ചരിത്രങ്ങൾ കേട്ടില്ലേ? ഖബർ ഇടുങ്ങി പോവുകയാണ്. ഖിയാമത്ത് നാളായി റബ്ബിന്റെ മുന്നിൽ കോടതിയിൽ നിൽക്കുന്ന സമയത്ത് നമ്മുടെ സമയവും നമ്മുടെ ആരോഗ്യവും നമ്മുടെ ഇൽമും നമ്മുടെ സമ്പത്തും റബ്ബിന് വേണ്ടിയാണോ ചെലവഴിച്ചത് എന്ന ചോദ്യത്തിന് മറുപടി പറയാതെ അവിടെ വെച്ചും രക്ഷപ്പെടാൻ കഴിയൂല. മൂന്നാമതൊരു സമയമുണ്ട് മുഅ്മിനീങ്ങളെ, സിറാത്ത് പാലത്തിന്റെ മേലെയുള്ള നടത്തം. അവിടെ വെച്ച് ഹറാമുകൾ ചെയ്തവനാണോ, തിന്മകൾ കൂടുതലുള്ളവനാണോ, അവന്റെ ഇടം നരകമാണെന്ന് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം. അവർക്ക് നരകത്തിലേക്കാണ്. അൽയൗമ തുജ്സൗന അദാബൽ ഹൂൻ. ഇത് ഉദ്ധരിച്ചിട്ട് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ ഖബറിന്റെ ശിക്ഷക്ക് തെളിവാണെന്ന് വരെ ഇമാമികൾ നമ്മളെ പഠിപ്പിച്ചില്ലേ? ഫലൗലാ ഇദാ ബലഗത്തിൽ ഹുൽഖൂമ വഅൻതും ഹീനൈദിൻ തൻദുറൂൻ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ സ്വർഗ്ഗത്തിലുള്ള ആളുകളെ കുറിച്ച് പറഞ്ഞു. ഫസലാമുൽ ലക മിൻ അസ്ഹാബിൽ യമീൻ വഅമ്മാ ഇൻ കാന മിനൽ മുകദ്ദിബീന അല്ലാലീൻ ഫനുസുലും മിൻ ഹമീം വതസ്ലിയതു ജഹീം. ഹമീമാകുന്ന വെള്ളം നദാ നരകത്തിലുള്ളവരുടെ വായയിലേക്ക് ഒഴിക്കപ്പെടുന്ന സമയമുണ്ട്. ഇങ്ങനെ ധാരാളം പരിശുദ്ധമായ ഖുർആനും ഹദീസും നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. മുഅ്മിനീങ്ങളെ, നല്ല സ്വാലിഹായ കർമ്മങ്ങൾ കൊണ്ട് ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിച്ച് ആദരിക്കേണ്ടവരെ ആദരിച്ച് ഇൽമിന്റെ അഹ്ലുകാർക്ക് നൽകേണ്ട ബഹുമാനം നൽകി ഔലിയാക്കളുടെ മദതോടുകൂടി അവര് ജീവിച്ച പാതയിൽ അല്ലാഹുവിനെ ഇഷ്ടപ്പെട്ട് ജീവിക്കട മാത്രമെന്ന് പറഞ്ഞു ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. അല്ലാ, ഞങ്ങളുടെ സദസ്സിനെ ഖബൂലാക്കണേ. അല്ലാ, ഞങ്ങളുടെ ഇമാമിങ്ങൾ ജീവിച്ചതുപോലെ ഞങ്ങൾക്കും ജീവിക്കാനുള്ള ഭാഗ്യം നൽകണേ. അല്ലാ, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾ അവരുടെ ശരീഅത്തും അവിടുത്തെ തിരുസുന്നത്തും അത് ജീവിതത്തിൽ പകർത്താനും ജീവിതത്തിൽ കൊണ്ടുവരാനുമുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് നമുക്ക് പെട്ടെന്ന് ദുആ ചെയ്ത് ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് നമുക്ക് ഇൻഷാ അല്ലാഹ് യാചിച്ച് ചോദിക്കണം. അല്ലാഹു തആല നമുക്കൊക്കെ ദുആക്ക് ഇജാബത്ത് നൽകുമാറാകട്ടെ. ഔലിയാക്കളുടെയും വലിയ വലിയ സ്വാലിഹീങ്ങളുടെയും ആലിമീങ്ങളുടെയും ഒരുപാട് ആളുകൾ പങ്കെടുത്ത മജ്ലിസാണ്. ഇപ്പൊ നമ്മുടെ മജ്ലിസ് നല്ല ഇജാബത്ത് ഉണ്ടാകും. സയ്യിദ് അവർകൾ പങ്കെടുത്ത മജ്ലിസാണ്. സയ്യിദന്മാരും ആലിമീങ്ങളും വലിയ വലിയ ഉമറാക്കളൊക്കെ പങ്കെടുത്ത മജ്ലിസ് അല്ലാഹു തആല നമ്മുടെ സദസ്സ് ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യാം. അതിന്റെ മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ മദ്രസക്ക് വേണ്ടി എല്ലാവരും സഹായിക്കണം. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല ഇൽമിനെ സഹായിക്കുന്നവരെ അല്ലാഹു തആല സഹായിക്കുമാറാകട്ടെ. ഇൽമു കൊണ്ട് മാത്രമേ നമ്മുടെ നാട്ടിൽ ദീന് നമുക്ക് നിലനിർത്താൻ കഴിയുള്ളൂ. ഇൽമില്ലെങ്കിൽ ഒരു നാട്ടിൽ അവിടെ ദീനുണ്ടാകൂല. നമ്മൾ ഉത്തരേന്ത്യയിലും മറ്റൊക്കെ പോയാൽ അവിടെ ചെന്നുപോയി നോക്കി നമ്മൾ അവിടെ പോയി സംസാരിച്ചു നോക്കിയാൽ അവിടെയുള്ള ആളുകളോട് ചോദിച്ചു നോക്കിയാൽ അതല്ല നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് ആളുകൾ ഉത്തരേന്ത്യയിൽ നിന്ന് വരുന്നവരുണ്ടല്ലോ, അവരോട് ചോദിച്ചു നോക്കി അവർക്ക് അതാ നമ്മുടെ നാട്ടിലുള്ള പോലെ മദ്രസ സംവിധാനങ്ങളില്ല, വയലിന്റെ മജ്ലിസുകളില്ല, ഇൽമിന്റെ സംവിധാനങ്ങളില്ല, നേതൃത്വം കൊടുക്കാനുള്ള ആലിമീങ്ങളില്ല. അതുകൊണ്ട് തന്നെ
അവിടെ പേരൊരാളുടെ അഹമ്മദ് ആയിരിക്കും, പക്ഷേ അവർക്ക് മക്കയെ കുറിച്ച് അറിയില്ല, റൗള ഷരീഫിനെ കുറിച്ച് അറിയില്ല, ദീനിനെ കുറിച്ച് അറിയില്ല. അതാ കഴുത ചത്തുപോയിട്ട് ആ കഴുതയുടെ ഖബർ അതാ ഉണ്ടാക്കിയിട്ട് ആ ഖബറെ തവാഫ് ചെയ്യുന്ന സംഭവങ്ങൾ വരെ കർണാടകയുടെ ചില ഭാഗത്തൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അല്ലാഹു തആല അറിവില്ലായ്മയിൽ നമ്മളെ കാക്കുമാറാകട്ടെ. അറിവ് അത് ഇസ്ലാമിന്റെ ജീവനാഡിയാണ്. അതുകൊണ്ട് എല്ലാവരും അറിവിന് വേണ്ടി സഹായിക്കണം.